അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്നാഗ്ഗി, കുഞ്ഞുങ്ങൾക്ക് വെച്ചിട്ട് എടുത്ത് കളയുന്ന സ്നാഗ്ഗിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ നമ്മുടെ ഇവിടങ്ങളിൽ ഒരുപാട് ബംഗാളികളൊക്കെ താമസമുണ്ട്. അപ്പോൾ അവർ ഈ ചാക്കിലും അവിടെ ഇവിടെയൊക്കെ ആക്കി റോഡ് സൈഡിന് കൊണ്ടുവന്ന് വയ്ക്കുന്ന കാണാം. കവറിനകത്തൊക്കെ, പ്ലാസ്റ്റിക് കവറിനകത്തൊക്കെ ആക്കി കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആക്കാം. അവർക്ക് മനസ്സിലാകത്തൊന്നുമില്ല, അവർ കാണത്തുമില്ല. പക്ഷേ എന്നാലും ഒരു വീഡിയോ ആക്കുവാണ്. പിന്നെ ഇതുപോലെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രാത്രി മാത്രമേ കുഞ്ഞിന് വയ്ക്കാറുള്ളൂ ഞങ്ങൾ. അപ്പോൾ രാത്രി 1-2 ദിവസം വെച്ചിട്ട് ഒന്നിച്ചെടുത്തതിന് ശേഷം നമ്മളത് എങ്ങനെയാണ് കളയുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു പഴയ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്തോട്ട് പാരലുപ്പാണ് ഇടുന്നത്. 3-4 ദിവസത്തേത് ഒന്നിച്ച് വെച്ചേക്കും. എന്നിട്ട് ഒരു ദിവസം ഇതുപോലെ ചെയ്ത് കളയും. അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ചെടുക്കുക. അതിൻ്റെ പുറത്തെ കവറിങ്ങനെ പൊട്ടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ അതിനകത്ത് ജെല്ല്, ഈ ഉപ്പ് വെള്ളത്തിലോട്ട് ഇടുക. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ അത് അകത്തു നിന്നും ഇതുപോലെ കുടഞ്ഞ് ഇടുക. അതിന് ശേഷമുള്ള ആ കവറ് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി ഉണക്കി വെച്ചിരുന്ന നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് അവിടെ ഇവിടെ ഇട്ട് കളയേണ്ട വരുന്നില്ല. അപ്പോൾ അറിയാൻ വയ്യാത്തവരെല്ലാം ഇതുപോലെ ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇവിടെയും കെട്ട് കണക്കിനാണ്. നമ്മുടെ ഈ റോഡിലെന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരത്തിൻ്റെ അവിടോട്ട് പോകുന്ന ആ ഭാഗത്ത് പിന്നെ മുട്ടം ഭാഗത്ത് ഒരുപാടിങ്ങനെ അത് ആ ഫാമിലിയായിട്ട് അവർ ബംഗാളികൾ താമസമുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇത് വേണ്ടേ, ഇപ്പോൾ തന്നെ അത് ഇടുന്നത് തന്നെ അപ്പോൾ തന്നെ അത് വെള്ളമായി വരുന്നുണ്ട്. ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെള്ളമായി വരും. അപ്പോൾ എടുത്ത് എന്തെങ്കിലും തെങ്ങിൻ്റെ ചുവട്ടിലോട്ട് അങ്ങ് ഒഴിച്ചാൽ മതി. അല്ലാതെ അവിടെ ഇവിടെ ഇട്ടിരുന്ന് ഇതാക്കി കളയേണ്ടത്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ പരിസരവും വൃത്തിയായിരിക്കും. ഇതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയേണ്ട കാര്യമില്ല. കെട്ട് കണക്കിന് ഓരോരുത്തർ കൊണ്ടുവന്ന് കായലിലും കടലിൻ്റെ ഭാഗത്തുമൊക്കെ കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്ത് കളയുക. അപ്പോൾ ഇപ്പോൾ ഈയിടെ ചെന്നപ്പോഴാണ് അവരത് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാനൊരു വീഡിയോയും കൂടെ എടുക്കാമെന്നും പറഞ്ഞു. 3-4 ദിവസത്തെ അവരെടുത്ത് വെച്ചിരുന്നിട്ട് ഒന്നിച്ച് ഉപ്പിനകത്തോട്ട് ഇതുപോലെ പൊട്ടിച്ചിട്ട് വെള്ളമൊക്കെ കളയും. പിന്നെ എന്നിട്ട് അനിയത്തി ആ കവറുകൾ കഴുകി മാറ്റിയിട്ട് വെയിലുള്ളത് കൊണ്ട് ഉണക്കി എടുത്തിട്ട് വേറൊരു പ്ലാസ്റ്റിക് കവറിലോട്ട് ആക്കി വെച്ച്. കാരണം പ്ലാസ്റ്റിക് ഇറക്കാൻ വരുന്നവർക്കങ്ങ് കൊടുത്താൽ മതിയല്ലോ. അതും അവിടെ ഇട്ട് തീ കത്തിച്ചോ അല്ലാതെയോ കളയേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. ഇപ്പോൾ തന്നെ വെള്ളമായി വന്നിട്ടുണ്ട്. ഞാൻ ഫുള്ള് വെള്ളമാകുന്നിടം വരെ ഞാൻ അവിടെ നിന്നില്ല. ഞാൻ തിരിച്ചു പോരുന്നതുകൊണ്ട് ലാസ്റ്റത്തെ വീഡിയോ കിട്ടിയില്ല, എടുത്ത് കളയുന്ന വീഡിയോ കിട്ടിയില്ല കേട്ടോ. ഇതിങ്ങനെ അങ്ങ് വെച്ചിരുന്നാൽ മതി. ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെള്ളമായിട്ട് അതിൻ്റെ ഒരു ശകലം പോലും ജെല്ല് അതിനകത്ത് കാണത്തില്ല. മൂത്രം മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ മലവും ഉണ്ടെങ്കിലും അതേപോലെ അങ്ങ് പൊയ്ക്കോളും. ഒന്നിനും ഒരു കുഴപ്പമില്ല കേട്ടോ, ഒന്നും ഇതാകുന്നില്ല. അപ്പോൾ നമ്മൾ കൊച്ചിൻ്റെ ചെയ്യുന്നത് കണ്ടതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടെന്ന് വിചാരിച്ച്. അറിയാൻ വയ്യാത്തവരാരെങ്കിലും, പണ്ടൊക്കെ ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ, ചാനലിൽ തന്നെ. നമുക്കൊന്നും ചാനലില്ലാത്ത സമയത്ത് യൂട്യൂബ് ചാനലിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലത്തെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്.
അപ്പോൾ അന്ന് നമുക്ക് കമൻ്റ് ഇടാനോ അല്ലെ ലൈക്ക് അടിക്കാനോ അതിൻ്റെ ഒന്നും അറിയത്തില്ല. അവരൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ല. അപ്പോൾ പൊട്ടിച്ചിട്ടതാണ്, എല്ലാം പൊട്ടിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തെ കവറുകൾ കിടക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇവിടെ രാവിലെ നല്ല അടിപൊളി മഴയായിരുന്നു.